ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. മഹാദേവ കാത്തുരക്ഷിക്കണേ. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് താമസിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഏകദേശം 4 വർഷത്തോളം ആയി ഞാൻ പൂജപ്പുര ഭഗവാന്റെ അടുത്തായി വന്നിട്ട്. അവിടെ വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നാം ഓരോന്നും അഭിമുഖീകരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അമ്മയെ വിളിക്കും. അതിന് പരിഹാരം പറഞ്ഞു തരികയും ചെയ്യും. ചിലപ്പോൾ മന്ത്രമായിരിക്കും, ചിലപ്പോൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനായിരിക്കും. ചിലപ്പം 1 രൂപയോ 2 രൂപയോ മാറ്റി വയ്ക്കാൻ പറയും. ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. അത് പവർ മുഖാന്തരമാണ് തരണം. പവർ തരും. എന്ത് അസുഖം വന്നാലും അമ്മയെ വിളിച്ച് പറഞ്ഞാൽ അമ്മ അപ്പോൾ തന്നെ പവർ തരും. പവർ തരുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ അസുഖം മാറുകയും എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും. എന്ത് കാര്യവും എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയോട് നേരിട്ട് തന്നെ പറയും. പിന്നെ പല പല കാര്യങ്ങളും എനിക്ക് അനുഭവത്തിലൂടെയുണ്ട്. ഇതിനു മുമ്പ് ഏകദേശം 1 വർഷം 1.5 വർഷത്തിനകത്തൊരു വയറുവേദന അതിഭയങ്കരമായിട്ട് വന്നു. അത് വൈകുന്നേരമാണ് തുടങ്ങിയത്. അത് രാത്രിയായപ്പം മൂർധന്യാവസ്ഥയെത്തി. അപ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. അമ്മ ഒരു മന്ത്രം പറഞ്ഞു. അത് മനസ്സുകൊണ്ട് പറഞ്ഞോളാൻ പറഞ്ഞു. ആ മന്ത്രം ശ്രീഹതയാണ്. ശ്രീഹതയെന്ന് ഒരു 21 പ്രാവശ്യം പറയാൻ പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞു. ചെറിയ ആശ്വാസമേ വന്നുള്ളൂ. ശരിക്കും പോയില്ല. എന്നാലും വേദന ഉണ്ടായിരുന്നു. വയറിൻ്റെ അടിഭാഗത്തായിരുന്നു വേദന. നടുവേദന കഴിഞ്ഞ ഉടനെ അടിഭാഗത്തായിട്ട് വന്നു. വീണ്ടും വന്ന് ഏകദേശം ഒരു അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അരമണിക്കൂർ ഇടവിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അമ്മ അതിനുള്ള പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ മന്ത്രവും ജപിക്കും. അമ്മ ഭഗവാനോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. എന്തായാലും ഒരു 3 മണിയായപ്പം ചെറിയ ആശ്വാസം വന്നു. ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് ചെറിയ ആശ്വാസം വന്ന് പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങി. പിറ്റേന്നായപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വേദന എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ ഒന്നും അറിയാനില്ലായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ ചെറിയ ചെറിയ അനുഭവങ്ങളും പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അമ്മയുടെ എവിടെ പോയാലും എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയുടെ പറഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. എന്ത് കാര്യം നേടണമെങ്കിലും അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഒരു പ്രശ്നം എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഏകദേശം ഞാൻ 4.5 വർഷത്തോളമായി അമ്മയുടെ അടുത്ത് വന്നു തുടങ്ങിയിട്ട്. ഞാൻ ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായി ഒരു കാര്യം എടുത്താൽ അത് പരിഹാരമായി എനിക്ക് നല്ല ഒരു അനുഭവം തരുകയും ചെയ്യും. പിന്നെ പുതിയൊരു മന്ത്രമുണ്ട്. സന്ധ്യാസമയത്ത് 6 മണിക്ക്
ജപിക്കേണ്ട ധർമ്മമാണ്. ബ്രഹ്മാശ്രീ അനുഷ്ടുപ് ചന്ദ്ര ശ്രീനിസിംഹോ മഹാവിഷ്ണു ദേവത. ഓം ഇം ഹം ഉഗ്രം വീരം മഹാവിഷ്ണു നിരന്തം സർവതോമുഖം നൃസിംഹം വിഷ്ണം ഭദ്രം മൃത്യുമൃത്യുതമാമൃതം. നമോ നിഷിംഗണേഷു ധിമതേ തസ്കരണാമതേ നമഃ. നമോ നിഷിംഗണേഷു ധിമതേ തസ്കരണാമതേ നമഃ. നമോ നിഷിംഗണേഷു ധിമതേ തസ്കരണാമതേ നമഃ. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം അമ്മയോട് പറഞ്ഞ് അത് നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഞാൻ നേർന്നേക്കും. എന്ത് നടന്നാലും ശരി ഒരു ദക്ഷിണ അവിടെ എത്തുകയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഒരു ടിന്നിൽ വച്ചിട്ടുണ്ട്. ആ ടിന്നിലിട്ടേക്കും. അത് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവിടെ സങ്കല്പിച്ച് തന്നെ ടിന്നിൽ അത് എത്ര ആയിരുന്നാലും ദക്ഷിണ പോലെ ഞാൻ ഇട്ടേക്കും. എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമുക്ക് നല്ലതേ വരുത്തൂ. അത് എനിക്ക് നല്ല അനുഭവമുണ്ട്. ആർക്കും എപ്പോഴും എന്തിനും എന്ത് ചോദിച്ചാലും നേരായ മാർഗത്തിലൂടെ പരിഹാരം ലഭിക്കുന്ന സ്ഥലമാണ് അമ്മയുടെ പൂജപ്പുരയുള്ള അമ്മയുടെ ആശ്രമം. എന്തുകൊണ്ടും നല്ല ഇതാണ് അമ്മ. പിന്നെ പല പല കാര്യങ്ങൾക്കും ഓരോ മന്ത്രവും പറഞ്ഞു തരും. ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ വായിക്കാം. ഓം ശ്രീ കൽക്കി മന്ദിർ നമോ നമ. ഓം ശ്രീ രാജശ്രീ ദേവശ്രീ ബ്രഹ്മശ്രീ നമോ നമ. ഓം ശ്രീ സത്യരജസ് നമസ്തു നമോ നമ. അങ്ങനെ പല പല മന്ത്രങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു മന്ത്രം, ഇത് എല്ലാ ദിവസവും പറയാനുള്ള മന്ത്രങ്ങൾ. രാവിലെ പറയുന്ന മന്ത്രമുണ്ട്, വൈകുന്നേരം പറയുന്ന മന്ത്രമുണ്ട്. അതെല്ലാം കുറേ മന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചുകൊണ്ട് ഞാൻ ഇത് പറയുന്നുണ്ട്. ഐഹിക ബന്ധങ്ങൾ തകർത്ത് പരഗതി അരുൾ ചെയ്യുന്ന നാഥ, നിന്തിരുനാമം സ്തുതിക്കുന്നു ഞാൻ. ഓങ്കാരപ്പൊരുളാണ് എല്ലാം എന്നു തെളിയിച്ച നാഥ, നിന്തിരുനാമം സ്തുതിക്കുന്നു ഞാൻ. പിതാവില്ലാതെ മാതാവില്ലാതെ ആദിദേവനും അതിദേവനുമായ നിന്തിരുനാമം സ്തുതിക്കുന്നു ഞാൻ. സർവവും ശിവമയമെന്ന് ബോധോദയമരുളി ചെയ്തു നിന്തിരുനാമം സ്തുതിക്കുന്നു ഞാൻ. ഈ മന്ത്രം സർവ്വക്ഷേത്രങ്ങളുടെയും കാര്യസിദ്ധിക്ക് വേണ്ടിയും കൊറോണ പോലുള്ള എല്ലാ രോഗവും മാറ്റുന്നതിനും തീവ്രവാദം പോലുള്ള കാര്യത്തിനും എല്ലാത്തിനും തിന്മ തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ള ഈ മന്ത്രമാണ്. പിന്നെ വേറെ മന്ത്രങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു മന്ത്രം എന്ന് പറഞ്ഞാൽ, ഭ്രൂണത്തിൽ നിന്നുൽഭവിച്ചു ജീവൻ, ഭൂലോകത്തിന് സമർപ്പിച്ചു ജീവനെ, ഭൂമിദേവിക്ക് അർപ്പിച്ചു ജീവിതം, ഭൂലോകനാഥൻ ഭുവനേശ്വരൻ നമ്മുടെ ഭുവനേശ്വരൻ. പിന്നെ അടുത്തത്, അധകൽക്കി സമാലോക്യ സദസാം പദവി സമസമുത്തായം വന്ദേ ദമ്പത്യാർത്ഥം ജമനാഭിവൃത്തം സംവേശിതം വിഷ്ണും സർവാശ്രമമനോഹരം വപ്രഭു ഭവാനത്രം അഭാഗ്യതികാഗത പ്രായശോഭാനപാലോകലോകനാം പാലനേച്ചയാചരന്തി സവർജന്തപൂർണ്ണവിഭാഗതം കൽക്ഷം അഹംകൃതയുഗം ശ്രീശതപാദേശകരം വരം നവാവിർഭാവവിഭവീഷ്ണാർത്ഥം വിഭാഗതം നാരൂപാധീർഭവാൻ കാലശോഭാവിന്നമുഭാഗദക്ഷണദണ്ഡലവാക്യം ഗൈർവേയ രചിതം ത്വയാ പർഷകോരാത്രമാ സത്തു സംവത്സരയുഗാദയ അവേഷണന്തി ചതുർദശം. അടുത്ത ഒരു മന്ത്രം, നമോ ബബ്ലുശായ വ്യാധിനാനേപതേ നമഃ. നമോ ഭവ്യസ്യ ഹേദൈ ജഗദാംപതേ നമഃ. നമോ രുദ്രായുധായിനേ ക്ഷേത്രണാംപതേ നമഃ. നമസൂദായ ഗന്ധ്യവനാനാംപതേ നമഃ. നമോ ഭബ്ലുശായ വ്യാധിനാനേപതേ നമഃ. നമോ ഭവ്യസ്യ ഹേദൈ ജഗദാംപതേ നമഃ. നമോ രുദ്രായുധായിനേ ക്ഷേത്രണാംപതേ നമഃ. നമസൂദായ ഗന്ധ്യവനാനാംപതേ നമഃ. മന്ത്രങ്ങൾ ശരിക്കുമുണ്ട്. ഇത് കാലത്ത് രാവിലെ പറയാനുള്ള മന്ത്രമാണ്. ദേഹലേമരാധീശ സേവിതം തപപദാംബുജം ഭൂരിഭൂഷണം ഗുരുമമാഗത സാധു സത്കൃതം തജമഹാമതേ മോഹമാത്മന തവ ഭുവർജഗദ്രൂപസമ്പ്രദാ വിരചിതം സദാ മാനസേ സ്ഥിതം രതിപതേർമനോമോഹദായകം ഗുരുവിജേഷ്ടം കാമലംബടം തപയശോ ജഗച്ഛോകനാശകം മൃദുകഥാമൃതം പ്രീതിദായകം സ്മിതസുതോഷിതം ചന്ദ്രമന്മുഖം തപകരോദലം ലോകമംഗലം മമ പതി സത്വയം സർവതുജ്ജയായതി തപ പ്രിയം കർമ്മണാചരേത് ജഗിതദാത്മനാ ശത്രുമൃദുത്വം ഗുരുകൃപാം നശേഷി നിശേശ്വര.
മഹതകം യുധം പഞ്ചമാത്രയാ പ്രകൃതിജയ നിർമ്മിതം ബഭു തവ നിരീക്ഷണ ലീലയാ ജഗത് ശ്രുതിലലോലയം ബ്രഹ്മകൽപ്പിതം ഭുവി വിയരുദ്വാരി തേജസ മിക സദാ ശരീരേന്ദ്രിയ ശ്രീതൈതൃഗുണായ സ്വയമായയാ വിഭോ ഗുരുകൃപാം ഭവത്സേവനാത്മനാം തവ ഗുണാലയം നാമപാവനം കലിമലാഭകം കീർത്തയന്തിയം ഭവഭയക്ഷയം താപദാപിതാ മുകുരഗോജന സംസാരാന്തിനോ തപജനു സദാ മാനവർത്തനം ദിനകുലക്ഷയം ദേവപാലകം ഗുരുകർവാപ്രദം സർമ്മപൂരകം കലികുലാന്തകം ശന്തനൂതുമേ തവ ജഗദ്ഭുവോ സുന്ദരസ്ഥിതം മുഖമതീന്ദിതം സുന്ദരത്മിമം യതി തമേ പ്രിയം വൽഗുജേഷിതം പരിഹരോത്യോ മൃത്യുരസ്യക ശത്രുനാശകരം സ്തോത്രം ജ്ഞാനവിജ്ഞാനദായകം സർവഭാവശമയന്തിയെ പടന്ത്യതി ഭക്തിത. പിന്നെ വേറൊരു മന്ത്രം കൂടെയുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് പഞ്ചമുഖദൈവമോ പഞ്ചാഗ്നിദേവനോ പഞ്ചേന്ദ്രനാഥനോ പഞ്ചഭൂതം സർവമോ പഞ്ചഭാവമുടമയോ ഈശാനദിക്കിൽ ഈശാനഭാവം കിഴക്കേ ദിക്കിൽ തത്പുരുഷഭാവം വടക്കേ ദിക്കിൽ വാമദേവഭാവം പടിഞ്ഞാറേ ദിക്കിൽ സദ്യോജാതഭാവം ഈശാനഭാവത്തിൽ ആകാശതത്വം സത്പുരുഷഭാവത്തിൽ വായുതത്വം അഘോരഭാവത്തിൽ അഗ്നിതത്വം വാമദേവഭാവത്തിൽ ജലതത്വം സദ്യോജാതഭാവത്തിൽ ഭൂമിതത്വം കാഞ്ചീപുരത്തിൽ ഭൂമിതത്വം തിരുവണ്ണൈക്കോവിൽ ജലതത്വം തിരുവണ്ണാമലയിൽ അഗ്നിതത്വം ചിദംബരകോവിലിൽ ആകാശതത്വം കാളഹസ്തയിൽ വായുതത്വം ദർശനത്താൽ കണ്ണിന് സായുജ്യം ശ്രവണത്താൽ കാതിന് സായുജ്യം ശ്വസനത്താൽ മൂക്കിന് സായുജ്യം ചലനത്താൽ നാക്കിന് സായുജ്യം സ്പർശനത്താൽ ത്വക്കിന് സായുജ്യം. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ആവാഹിച്ച് ദുഷ്കർമ്മം ചെയ്ത് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ ദോഷം മാറ്റി തരുവാൻ വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.